മുഖ്യമന്ത്രിക്ക് ശക്തമായ നിലപാടെടുക്കണം. എന്താ കഴിയാത്തത്? ഇരട്ട ചങ്കുള്ള മുഖ്യമന്ത്രിക്ക് എന്ത് പറ്റി? അതാണ് ആക്ഷൻ എടുക്കണം. ഇരുമ്പ് കൊണ്ട്, ചെടിച്ചട്ടിയുടെ ചട്ടി കൊണ്ടല്ല അടിച്ച് തല പൊട്ടിച്ച് ആളുകളെ ആശുപത്രിയിലാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയാ മാഫിയ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, ഗുണ്ടായിസം പ്രോത്സാഹിപ്പിക്കുന്നു. എത്രയോ വലിയ അധപ്പതനമാണ്. കലാലയങ്ങളിൽ മാത്രമല്ല, ഇതിന്റെ പ്രത്യാഘാതം കേരള സമൂഹത്തിലുണ്ടാകും. എന്തുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ നല്ല പങ്കും സംസ്ഥാനം വിട്ടുപോകുന്നത്? ഇവിടെ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ പറയും. ആ നേട്ടങ്ങൾ വിദ്യാഭ്യാസം, ലിറ്ററസിയുടെ പറയും, സാമൂഹികമായ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ മുമ്പിലാന്ന് പറയും. എന്ത് പ്രയോജനം? ചെറുപ്പക്കാർ കേരളം വിട്ടുപോകുന്നു. ഇവിടെ പാർക്കാൻ കൊള്ളാത്ത സ്ഥലമാണ്, കോളേജിൽ പഠിക്കാൻ കൊള്ളാത്ത സ്ഥലം എന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ആരാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ? ഈ SFI എന്ന് പറയുന്ന ഗുണ്ടാ സംഘം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവർ ചരിത്രം കണ്ട് മനസ്സിലാക്കണം. പശ്ചിമ ബംഗാളിൽ അവർക്ക് സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. പശ്ചിമ ബംഗാൾ ഇതായിരുന്നു. ദീർഘകാലം മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചു. ജനങ്ങളെ തൂത്തെറിഞ്ഞു വിരളിൽ എണ്ണാവുന്ന MLA അവർക്കില്ല. ആ സ്ഥിതിയിലേക്ക് കേരളം മാറും ഇങ്ങനെ പോയാൽ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ജനങ്ങൾ പ്രതികരിക്കും. ഇവിടെ വയനാട് വെറ്ററിനറി കോളേജ് നടന്നത് എത്രയോ ഹീനമായ സംഭവം. ആർക്കെങ്കിലും നീതീകരിക്കാൻ കഴിയുമോ? സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ എത്ര കഠിനമായി ക്രൂരമായി പീഡിപ്പിച്ചു. അതെല്ലാം പത്രങ്ങളിൽ വന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏതെങ്കിലും മുഖ്യമന്ത്രിയാകട്ടെ, ഏതെങ്കിലും മന്ത്രിയാകട്ടെ ഖേദം പ്രകടിപ്പിച്ചു, എന്തെങ്കിലും ചെയ്തു? വാസ്തവത്തിൽ അവിശ്വസനീയമായി തോന്നുന്നു. ഇത്തരം സംഭവങ്ങൾ ഞാൻ പറയുന്നില്ല, കൂടുതൽ ആവർത്തിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഈ സത്യാഗ്രഹം, നിരാഹാര സത്യാഗ്രഹം എന്ന് പറയുന്നത് ജനവികാരം നെഞ്ചിലേറ്റിയിട്ടുള്ള സത്യാഗ്രഹമാണ്. ഈ നിരാഹാര സത്യാഗ്രഹം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും, ഞാൻ പറഞ്ഞു SFIയിൽ തന്നെയുള്ള അനേകം വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള അംഗീകരിക്കുന്നില്ല എന്നുള്ളവരെ എനിക്കറിയാം. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ വികാരം നെഞ്ചിലേറ്റിയാണ് ഈ 3 പേർ നിരാഹാരം ഇവിടെ അനുഷ്ഠിക്കുന്നത്. കേരള ജനതയുടെ വികാരം ഇതാണ്. ഇത്തരം അക്രമങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കണം. മാർക്സിസ്റ്റ് പാർട്ടി, ഇന്ന് ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, ഈ കാര്യത്തിൽ ഇടപെട്ട് കേരളത്തിലെ കലാലയങ്ങൾ ഇനി അക്രമം ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കുവാനും അതിന് പോലീസ് കയ്യിലുള്ള മുഖ്യമന്ത്രിക്ക് ശക്തമായ നിലപാടെടുക്കാനും എന്താ കഴിയാത്തത്? ഇരട്ട ചങ്കുള്ള മുഖ്യമന്ത്രിക്ക് എന്ത് പറ്റി? അതാണ് ആക്ഷൻ എടുക്കണം. ഇവിടെ വളരെ ന്യായമായ ഒരു ആവശ്യമാണ്. എന്താണ് ഈ അന്വേഷണം CBIക്ക് വിടണമെന്നുള്ളത്? കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ എന്താ? കുറുക്കനെ കോഴിയെ പിടിച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ പോലീസല്ലേ ഇതിനെല്ലാം പിന്തുണ നൽകുന്നത്. ഏറ്റവും വലിയ ജനാധിപത്യ മാർഗമായ കേവലം ഒരു കരിങ്കൊടി പ്രതിഷേധത്തെ വരെ എന്താ മോട്ടോർ ബൈക്കിന്റെ തലയിൽ വെക്കുന്ന ഇരുമ്പ്, അത് ഇരുമ്പാണ്, റബ്ബറാണ്. പണ്ടൊക്കെ റബ്ബറിനുണ്ടായിരുന്നു. അതാ ഇരുമ്പ് കൊണ്ട്, ചെടിച്ചട്ടിയുടെ ചട്ടി കൊണ്ടല്ല അടിച്ച് തല പൊട്ടിച്ച് ആളുകളെ, പ്രതിഷേധക്കാരെ ആശുപത്രിയിലാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയാ അത് രക്ഷാപ്രവർത്തനമാണ്. അക്രമത്തെ രക്ഷാപ്രവർത്തനമായി കാണുന്ന സമീപനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉപേക്ഷിക്കണം. പിണറായി വിജയൻ ഉപേക്ഷിക്കണം. കാര്യങ്ങൾ നേരെ കാണുവാൻ, കണ്ണു തുറന്ന് കാണുവാൻ തയ്യാറാകണം. അതുകൊണ്ട് ഇവിടുത്തെ വളരെ ന്യായമായ ഈ അപേക്ഷ, ഈ സമരം നടത്തുന്നവർ ന്യായമായ ഒരപേക്ഷ, നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കൂച്ചുവിലങ്ങിട്ടിട്ടുള്ള നിങ്ങളുടെ പോലീസിന് പകരം കേന്ദ്രത്തിൽ നിന്ന് CBIയെ ഈ കേസ് അന്വേഷിക്കാൻ ഈ കേന്ദ്രത്തോട് ആവശ്യപ്പെടണം. ഈ സിദ്ധാർത്ഥനെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവം CBI ആവശ്യത്തിന് ജനങ്ങളുടെ മുഴുവൻ പിന്തുണയുണ്ട്. ആ ആവശ്യത്തോട് പിന്തുണ പ്രഖ്യാപിക്കുവാനും ഇവിടെ സത്യഗ്രഹിക്കുന്നവരോട് അവരോടുള്ള എന്റെ സോളിഡാരിറ്റി പ്രഖ്യാപിക്കാനാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്ന്. ഈ സമരം വിജയിക്കും. എല്ലാ വിജയവും
ആശംസിച്ചുകൊണ്ടും ആ സിദ്ധാർത്ഥന്റെ ഫാമിലിക്ക്, കുടുംബത്തിന് സമാധാനം വരാൻ പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്തരം അക്രമങ്ങൾ ഇനി കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് പ്രതിജ്ഞയെടുക്കാൻ നാം എല്ലാം തയ്യാറാകണമെന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.